സ്വകാര്യ പര്യടനത്തിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറി ഉരുണ്ടിറങ്ങി റോഡ് മുറിച്ചു കടന്ന് എതിർവശത്തെ വീടിന്റെ മതിലും തകർത്ത് നിന്നു. കാട്ടക്കട തിരുവനന്തപുരം റോഡിലാണ് ഈ സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഭാഗ്യം കൊണ്ട് ജീവഹാനി സംഭവിക്കാത്തൊരപകടമാണ്. അശ്രദ്ധയാണ് ഇതിൻ്റെ പിന്നിലെ കാര്യം. വളരെ നിരുത്തരവാദപരമായി അശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ വണ്ടി വന്ന് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഈ വീട്ടിൽ എപ്പോഴും ഫ്രണ്ടിൽ ഒരു പൊടിക്കുഞ്ഞ് മുറ്റത്തിലൊക്കെ ഉള്ള ഒരു വീടാണ്. പക്ഷേ ആ വീട്ടിലെ വീട്ടമ്മ ചായ കൊടുത്തിട്ട് ഗ്ലാസ് തകർത്ത് വയ്ക്കാൻ പോയതുകൊണ്ട് മാത്രം അവർ ഫ്രണ്ടിൽ നിന്ന് മാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്റ്റെഫിനുണ്ട് വിവരങ്ങൾ. വൈസ് സ്റ്റെഫിൻ, ഇതിപ്പോൾ അശ്രദ്ധ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്, ഈ വാഹനങ്ങൾ നിർത്തി പോകുന്നതിൽ ഉള്ള ഒരു ശ്രദ്ധക്കുറവാണ് പലപ്പോഴും. ഇത്തരം അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഈ വണ്ടി ഉരുണ്ടിറങ്ങൽ. തീർച്ചയായും ദിവിഷ, അതായത് ഈ വാഹനം നിർത്തിയിട്ട് ന്യൂട്രലായി പോയതായിരിക്കാനാണ് സാധ്യത. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയായിരുന്നു ഈ സംഭവം. സ്വകാര്യ പുരയിടത്തിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയാണ് ഉരുണ്ട് ഇറങ്ങി റോഡ് മുറിച്ച് കടന്ന് ഒരു മതിൽ ഇടിച്ചു നിന്നത്. കോൺഗ്രസ് നേതാവായ കാട്ടാക്കട രാമുവിന്റെ കുടുംബ വീടിന്റെ മതിലാണ് തീർന്നത്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു സംഭവമാണ് ഈ ഉണ്ടായത്. ടെസ്റ്റിന്റെ പണിക്ക് വേണ്ടി നിർത്തിയിട്ടിരുന്ന വാഹനമായിരുന്നു. അതിൽ ഒരുപക്ഷെ ഗിയറിട്ട് നല്ല രീതിയിൽ നിർത്താഞ്ഞതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഏറ്റവും തിരക്കേറിയ വഴിയാണെങ്കിൽ പോലും ഈ അപകടം നടക്കുന്ന സമയത്ത് ആരും സമീപത്തില്ലാത്തതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത്. വലിയ ഭാഗ്യമായി. ശ്രദ്ധ തന്നെയാണ് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.